അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ ധരിച്ചത്, അതനുസരിച്ച് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കുറേ ആൾക്ക് മാനിഫെസ്റ്റോ ഓരോ ദിവസം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത്. അല്ല, കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി പരിപാടിയോടുകൂടി കൃത്യമായ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് തിരഞ്ഞെടുപ്പ് ഏത് ദിവസം പ്രഖ്യാപിച്ചാലും ഞങ്ങൾ സജ്ജമാണ്. സ്ഥാനാർത്ഥി പട്ടികകൾ അന്തിമഘട്ടത്തിലാണ്. നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികകളുടെ ചർച്ചകളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി പല തട്ടുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം തീരുമാനിക്കുകയുള്ളൂ. ഈ അമ്പലപ്പുഴയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതായത് ജി സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് H സ്ഥലമുണ്ട്. ഇപ്പോൾ UDFന് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അതോ ജി സുധാകരന് പിന്തുണ കൊടുക്കുമോ? അല്ല, UDFന് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നൊരു ചോദ്യം എന്താ ഇപ്പം അങ്ങനെ വന്നിരുന്നത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ അന്തിമമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയാണ്. അതിൻ്റെ മുമ്പിൽ ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അല്ല, അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജ്യോത്സ്യം വശമില്ല. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നുള്ളത് അറിയാൻ അവരോട് ചോദിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പലപ്പുഴയിൽ UDFന് സ്ഥാനാർത്ഥിയുണ്ട്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പലപ്പുഴയിൽ UDFന് അമ്പലപ്പുഴ ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ആദ്യം വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. തിരഞ്ഞെടുപ്പിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ നോക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചിരിക്കുന്നത് ബാക്കി? അതുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ സീറ്റുകളിൽ എങ്ങനെയൊക്കെ മത്സരിക്കുന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലും അക്കാര്യത്തിൽ തീരുമാനിക്കുന്നുണ്ടാവും. ഒരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെയും മറ്റു കക്ഷികളൊക്കെ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകടമാകുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അതിപ്പോൾ അദ്ദേഹത്തോടല്ലേ ചോദിക്കണം, അങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന്. ഞങ്ങളല്ല, കേരള ജനത ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് പിണറായി സർക്കാർ മൂന്നാമതൊരിക്കൽ കൂടി വരിക എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പം കേരള ജനതക്ക് ആകെ തീരുമാനം ഒറ്റക്കെട്ടായിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നത് അക്കാര്യത്തിലാണ്. ഒരു മൂന്നാം തവണ കൂടി പിണറായി എന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത് കേരള ജനത പറഞ്ഞാൽ ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മനസ്സിലായില്ലേ?